Hi dears, welcome back to Wings CBSE ഓൺലൈൻ ക്ലാസ്സസ്. ഇപ്പൊ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണണം. ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ക്ലാസ്സസ് ഒക്കെ ഷെയർ ചെയ്യുക. കാരണം അവരും നന്നായി പഠിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം? ഒരുമിച്ച് വിങ്സിനോടൊപ്പം പറന്നുയരാം. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇന്ന് പോവാം. എന്താണ്? എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ അല്ലെ? ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ആർ യു റെഡി? We are always ready. Let us start the class. Okay, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് solubility of substances. സബ്സ്റ്റൻസസിന്റെ സൊല്യൂബിലിറ്റിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വാട്ട് ഈസ് സൊല്യൂബിലിറ്റി? സൊല്യൂബിലിറ്റിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സൊല്യൂബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് maximum amount of solute that can be dissolved in a 100 gram of solvent at a given temperature and pressure. അതായത് ഇപ്പൊ നമ്മളൊരു 100 ഗ്രാം സോൾവെന്റ് എടുക്കുകയാണെങ്കിൽ അതില് മാക്സിമം എമൗണ്ട് എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആവും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂബിലിറ്റി എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് സൊല്യൂബിലിറ്റി എന്ന്? ഇപ്പൊ ഒരു 100 ഗ്രാം സോൾവെന്റ് എടുക്കുകയാണെങ്കിൽ അതില് എത്രമാത്രം മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്തോരം ഡിസോൾവ് ആവും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒന്നും വേരിയേഷൻ ഇല്ലാതെ അപ്പോഴത്തെ ടെമ്പറേച്ചറിലും അപ്പോഴത്തെ പ്രഷറിലും എന്തുമാത്രം ഡിസോൾവ് ആവുന്നു, അതിന്റെ മാക്സിമം എമൗണ്ട് സൊല്യൂട്ടിന്റെ, അതിനെയാണ് സൊല്യൂബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഈ സൊല്യൂബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? First one, temperature. ഏതാണ്? Temperature. And the second one is pressure. Okay, എക്സാമിനൊക്കെ ചോദിക്കാം കേട്ടോ. 1 മാർക്കോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. What are the factors affecting solubility? സൊല്യൂബിലിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ ഏതാ? ടെമ്പറേച്ചർ. സെക്കൻഡ് വൺ ഏതാ? പ്രഷർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓരോ ഫാക്ടറും എങ്ങനെയാണ് സൊല്യൂബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ ഏതാണ് സൊല്യൂബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ. ഓക്കെ, ഈ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ 2 രീതിയിൽ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ആണ്. അതായത് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൊല്യൂട്ട് സോളിഡ് ആയിരിക്കും, സോൾവെന്റ് ഏതായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, അതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? സോളിഡ്സ് ഇൻ ലിക്വിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അതായത് ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ്. അതിലെ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ഫോം ആണ്, അത് സോൾവെന്റ് ആണെന്ന്. അപ്പൊ അത്തരം സോളിഡ്സ് ഇൻ ലിക്വിഡ്സില് ടെമ്പറേച്ചർ എങ്ങനെയാണ്? ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ സൊല്യൂബിലിറ്റിക്ക് എന്ത് മാറ്റമാണ് വരുന്നത്? ഓക്കെ, അപ്പൊ സോളിഡ്സ് ഇൻ ലിക്വിഡിനെ സംബന്ധിച്ച് ടെമ്പറേച്ചറും സൊല്യൂബിലിറ്റിയും ഡയറക്റ്റ് റിലേഷൻ ആണ്. എന്താണ് ഡയറക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാല്? when temperature increases the solubility also increases. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്തും കൂടും?
സൊല്യൂബിലിറ്റിയും കൂടും. ഓക്കെ, അതാണ് റിലേഷൻ. ഡയറക്റ്റ് റിലേഷൻ ആണ്. ഒന്ന് കൂടുമ്പോ മറ്റൊന്ന് കൂടും. ഇനി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ when the temperature decreases solubility also decreases. മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? അപ്പൊ നോക്കൂ, the solubility of solids generally increases with increasing temperature. ഓക്കെ, അതേപോലെ decreases with decreases in temperature. ഓക്കെ, ക്ലിയർ? അത് മനസ്സിലായല്ലോ? ഇനി വേറൊരു കേസ്, ടെമ്പറേച്ചറിൽ തന്നെ മറ്റൊരു കേസും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ആണ്. എന്താണ്? ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. അങ്ങനത്തെ സൊല്യൂഷൻസും ഉണ്ട് അല്ലെ. അതായത് സൊല്യൂട്ട് എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. സോൾവെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഡയൊക്കെ, സോഡയില് സൊല്യൂട്ട് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ സൊല്യൂട്ട് ഗ്യാസും സോഡയിലെ സോൾവെന്റ് ഏതാ? വാട്ടറും ആണ്. ഇത്തരം കേസുകളില് സൊല്യൂബിലിറ്റി എങ്ങനെയാണ്? ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കൂടുമ്പോ മറ്റൊന്ന് കുറയാ. ഓക്കെ മക്കളെ, അതായത് when the temperature increases the solubility decreases. Okay, when the temperature decreases solubility increases. അത് ഏത് കേസിലാ? ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് കേസില് കേട്ടോ. ഏത് കേസിലാ മക്കളെ? ഗ്യാസസ് ഇൻ ലിക്വിഡ് കേസില്. ഫസ്റ്റ് കേസ് ഇതാണ്. സെക്കൻഡ് കേസ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സില് എങ്ങനെയാണ്? ഡിക്രീസസ് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് ചെയ്യൂടാ? സൊല്യൂബിലിറ്റി ഡിക്രീസ് ആവും. ഓക്കെ, ക്ലിയർ? ഈ രണ്ട് കേസുകളും മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് കേസുകൾ മറക്കരുത്, കൺഫ്യൂഷൻ അടിക്കാനും പാടില്ല കേട്ടോ. സോളിഡ് ആൻഡ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിലേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേതും ഇൻക്രീസ് ആവും. ഓക്കെ, ഇനി ഗ്യാസസ് ഇൻ ലിക്വിഡ്സിലെ ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് എന്താവുക? ഡിക്രീസ് ആവാണ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഫാക്ടർ നോക്കാം. നെക്സ്റ്റ് ഫാക്ടർ എന്താണ്? പ്രഷർ. ഓക്കെ, അപ്പൊ സൊല്യൂബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടർ ഏതാ മക്കളെ? പ്രഷർ. ഓക്കെ, പ്രഷറിന്റെ കേസിലും ഈ പറഞ്ഞ രണ്ട് കേസുകൾ ബാധകമാണ് കേട്ടാ. അപ്പൊ ആദ്യത്തെ കേസ് എന്താണ്? സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് അല്ലെ. സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. സോളിഡ്സ് ഇൻ ലിക്വിഡ്സിൽ എങ്ങനെയാണ് പ്രഷർ? ടെമ്പറേച്ചറിന്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. പ്രഷറിന്റെ കാര്യത്തില് അൺഅഫക്റ്റഡ് ആണ്. അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും അത് സൊല്യൂബിലിറ്റീനെ എന്ത് ചെയ്യില്ല? ബാധിക്കില്ല. സൊല്യൂബിലിറ്റിക്ക് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. നോ ചേഞ്ചസ് ഇൻ സൊല്യൂബിലിറ്റി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഏത് കേസിലാ? അത് പ്രത്യേകം ഓർത്ത് വെക്കണം. സോളിഡ്സ് ഇൻ ലിക്വിഡ്സിൽ കേട്ടാ. സോളിഡ്സ് ഇൻ ലിക്വിഡ്സില് പ്രഷർ എങ്ങനെയാണ്? അൺഅഫക്റ്റഡ് ആണ്. സൊല്യൂബിലിറ്റിയുടെ കേസിൽ അൺഅഫക്റ്റഡ് ആണ്. അതായത് യാതൊരു മാറ്റവും വരുത്തുന്നില്ല, പ്രഷർ കൂടിയാലും കുറഞ്ഞാലും. ഓക്കെ, നോക്കിയേ. The solubility of solids in liquids remains unaffected by the change in pressure. Clear? ഇനി സെക്കൻഡ് കേസ് ഏതാ? സെക്കൻഡ് കേസ് ഏതാ? ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് അല്ലെ. ഓക്കെ, ഗ്യാസസ് ഇൻ ലിക്വിഡ്സിൽ എങ്ങനെയാ? ഗ്യാസസ് ഇൻ ലിക്വിഡ്സില് പ്രഷറും സൊല്യൂബിലിറ്റിയും തമ്മില് ഡയറക്റ്റ് റിലേഷൻ ആണ്. എന്താണ് ഡയറക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാല്? when the pressure increases solubility increases, when pressure decreases solubility decreases. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് പ്രഷർ കൂടുമ്പോ എന്ത് കൂടും? സൊല്യൂബിലിറ്റിയും കൂടും. പ്രഷർ കുറയുമ്പോ സൊല്യൂബിലിറ്റിയും കുറയും. ഓക്കെ, ക്ലിയർ ആയോ മക്കൾക്ക്? അപ്പൊ ഗ്യാസസ് ഇൻ ലിക്വിഡ്സിൽ എങ്ങനെയാണ്? ഇൻക്രീസസ് ഓൺ ഇൻക്രീസിംഗ് പ്രഷർ ആൻഡ് ഡിക്രീസസ് ഓൺ ഡിക്രീസിംഗ് പ്രഷർ. ക്ലിയർ?
ഇപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സും അതെങ്ങനെയാണ് സൊല്യൂബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും ക്ലിയർ ആയല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. സൊല്യൂബിലിറ്റി കർവ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? സൊല്യൂബിലിറ്റി കർവ്. വാട്ട് ഈസ് സൊല്യൂബിലിറ്റി കർവ്? എന്താണ് സൊല്യൂബിലിറ്റി കർവ് എന്ന് പറയുന്നത്? ഓക്കെ, സൊല്യൂബിലിറ്റി കർവ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ്? The graph drawn for the change of solubility of a substance with a rise or fall in temperature is called solubility curve. Solubility curve എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫ് ആണ്. ഇനി എന്തിനെ കുറിച്ചുള്ള ഗ്രാഫാണ്? Drawn for the change of solubility of a substance with a rise or fall in temperature. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴും കുറയുമ്പോഴും എന്തിൽ മാറ്റം വരുന്ന നമ്മൾ ഓൾറെഡി പഠിച്ചു. സൊല്യൂബിലിറ്റിയിൽ ചേഞ്ചസ് വരുമെന്ന് പഠിച്ചു അല്ലെ? ഈ ചേഞ്ചസ് ഷോ ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? സൊല്യൂബിലിറ്റി കർവ് എന്ന്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൊല്യൂബിലിറ്റി കർവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിലെ ടെമ്പറേച്ചറിനനുസരിച്ച് സൊല്യൂബിലിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് എന്തിൽ കാണിച്ചിട്ടുണ്ടാവും? സൊല്യൂബിലിറ്റി കർവിന്റെ ഗ്രാഫില് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ദേ ഇവിടെ ഒരു സൊല്യൂബിലിറ്റി കർവിന്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പോ സാധാരണഗതിയിൽ നിങ്ങൾക്ക് സൊല്യൂബിലിറ്റി കർവ് എന്താന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു സൊല്യൂബിലിറ്റി കർവ് തന്നിട്ട് താഴെ എന്തുണ്ടാവും? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഗ്രാഫിൽ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഗ്രാഫ് ഒന്നും കണ്ട ആരും പേടിച്ചോടാൻ നിൽക്കരുത് കേട്ടോ. സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? ഗ്രാഫ് ഒക്കെ കാണുമ്പോ അയ്യോ ഇത് എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് അത് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും. അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിലും എന്തുണ്ട്? ഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഗ്രാഫിൽ നിന്ന് കണ്ടെത്താനുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഗ്രാഫിൽ നിന്ന് വരിക കേട്ടാ. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഗ്രാഫ് വന്നാൽ എല്ലാവരും ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോ നമുക്ക് ഇതേ ഗ്രാഫ് തന്നിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ഗ്രാഫിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിടാ. ഈ ഗ്രാഫില് നമുക്കറിയാം ഏത് ഗ്രാഫിലും എന്തുണ്ടായിരിക്കും? രണ്ട് ആക്സിസ് ഉണ്ടായിരിക്കും ഇല്ലേ? എക്സ് ആക്സിസും വൈ ആക്സിസും. നമ്മുടെ ഗ്രാഫിലും എന്തുണ്ട്? എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഓക്കെ, ഈ എക്സ് ആക്സിസില് എന്താണ് ഷോ ചെയ്യുന്നത്? ടെമ്പറേച്ചർ. എന്താണ് ഷോ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ആണ്. ഇതാണ് കേട്ടോ എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. ഇതിൽ എന്താണ് ഷോ ചെയ്യുന്നത്? ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഇതാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഏതാണ്? ഇതാണ് വൈ ആക്സിസ്. ഇതിൽ എന്താണ് ഷോ ചെയ്യുന്നത്? സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റിനെയാണ് വൈ ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത്. എന്തിനെയാണ്? സൊല്യൂബിലിറ്റി. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുണ്ട്? രണ്ട് ആക്സിസ് ഉണ്ട്. അതിലെപ്പോഴും നമ്മൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ സൊല്യൂബിലിറ്റിയും ആണ് എടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് എന്തുണ്ട്? രണ്ട് കോമ്പൗണ്ട്സിന്റെ സൊല്യൂബിലിറ്റിയും കൂടിയാണ് നമുക്ക് ഗ്രാഫിൽ തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് വൺ കോമ്പൗണ്ട് എ. കോമ്പൗണ്ട് എയുടെ സൊല്യൂബിലിറ്റി കർവാണ് ഇത്. ഓക്കെ, ഇനി കോമ്പൗണ്ട് ബി ഉണ്ട്. കോമ്പൗണ്ട് ബിയുടെ സൊല്യൂബിലിറ്റി കർവാണ് ഇത്. ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. ഫസ്റ്റ് എന്താ ചോദിക്കുന്നേ? ദ സൊല്യൂബിലിറ്റി ഓഫ് കോമ്പൗണ്ട് എ ഇൻ വാട്ടർ
at 20 degrees Celsius is dash its solubility at 60 degree. ഓക്കെ, എന്താ ചോദിക്കുന്നത്? സൊല്യൂബിലിറ്റി ഓഫ് കോമ്പൗണ്ട് എ. അപ്പൊ കോമ്പൗണ്ട് എയുടെ കർവ് ഏതാടാ? ഇതാണ് കോമ്പൗണ്ട് എയുടെ കർവ്. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് എയുടെ കർവ് മാത്രം നോക്കിയാൽ മതി, കോമ്പൗണ്ട് ബിയുടെ കർവ് നോക്കിയേ വേണ്ട. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ട് ബിനെ കുറിച്ച് എന്താണ് പറയുന്നില്ല, കോമ്പൗണ്ട് എനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട് എ മാത്രം നോക്കുക. എന്നിട്ട് എന്താ പറയുന്നേ? ദ സൊല്യൂബിലിറ്റി ഓഫ് കോമ്പൗണ്ട് എ ഇൻ വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്, അല്ലെ? 20 ഡിഗ്രി സെൽഷ്യസില് കോമ്പൗണ്ട് എയുടെ സൊല്യൂബിലിറ്റി. അപ്പൊ നമ്മൾ ഗ്രാഫിൽ നോക്കണം, ഇതാണ് കോമ്പൗണ്ട് എയുടെ കർവ്, അല്ലെ? ഇതിൽ 20 സൊല്യൂബിലിറ്റി എത്രയാണ് കാണിച്ചേക്കുന്നത്? ഇവിടെയാണ്, അല്ലെ? ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെ? ഇനി നോക്ക, അത് എന്താണ്? സൊല്യൂബിലിറ്റി അറ്റ് 60 ഡിഗ്രി. അത് രണ്ടും കമ്പയർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഏതാ? 20 ഡിഗ്രി സെൽഷ്യസിലും 60 ഡിഗ്രിയിലും സൊല്യൂബിലിറ്റി കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഏതിനേക്കാൾ കൂടുതൽ കുറവ്, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ 20 ഡിഗ്രിയിൽ ഇത്രയുണ്ട്, 60 ഡിഗ്രിയിൽ നോക്കിയേ. 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ 20 ഡിഗ്രി എന്ന് പറയുന്നത് 50യുടെ ഒക്കെ താഴെ ആയിട്ടാണ് വരുന്നത്, അല്ലെ? 50 എന്ന് പറഞ്ഞ ഏതാ? 50 ഏതാ? ഈ പോയിന്റ് ആണ്, അല്ലെ? 50യുടെ താഴെ ആയിട്ടാണ് 20 ഡിഗ്രിയുടെ ലൈൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 20 ഡിഗ്രിയുടെ ലൈൻ പോകുന്നത്. നേരെ മറിച്ച് 60 ഡിഗ്രിയുടെയോ 50 ഡിഗ്രിയും കഴിഞ്ഞ് കുറച്ചു മുകളിലാണ്. ഇതാണ് നമ്മുടെ 50 ഡിഗ്രി. അതിന് കുറച്ചു മുകളിലായിട്ടാണ് എന്ത്? നമ്മുടെ 60 ഡിഗ്രിയിലെ സൊല്യൂബിലിറ്റി നിൽക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഏതിനാണ് സൊല്യൂബിലിറ്റി? ഏത് ഡിഗ്രിയിലാണ് സൊല്യൂബിലിറ്റി കൂടുതല്? 20 ഡിഗ്രിയിലാണോ 60 ഡിഗ്രിയിലാണോ? ഏതിലാ? 60 ഡിഗ്രിയില്, അല്ലെ? 60 ഡിഗ്രിയിൽ 50ഉം കവർ ചെയ്ത് പോകുന്നുണ്ട്. 20 ഡിഗ്രിയിൽ 50നേക്കാളും താഴെ ആയിട്ടാണ് കർവ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാ കൂടുതല്? 60 ഡിഗ്രിയിലാണ് സൊല്യൂബിലിറ്റി കൂടുന്നത്. അപ്പൊ നോക്കിയേ, 20 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഡാഷ് ഇറ്റ്സ് സൊല്യൂബിലിറ്റി അറ്റ് 60 ഡിഗ്രി. അപ്പൊ എന്താ? നമ്മള് ഓപ്ഷൻസ് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ലെസ് ദാൻ, മോർ ദാൻ, സിമിലർ ടു. അപ്പൊ 20 ഡിഗ്രി സെൽഷ്യസ് 60 ഡിഗ്രി സെൽഷ്യസിനേക്കാളും ലെസ് ആണോ, മോർ ആണോ, സിമിലർ ആണോ, ഒരുപോലെയാണോ? ലെസ് അല്ലേ, അല്ലെ? 60 ഡിഗ്രിയെക്കാളും കുറവല്ലേ, അതായത് 50ന് താഴെയല്ലേ നിൽക്കുന്നത്. 60 ഡിഗ്രി 50ന് മുകളിലായിട്ടാണ്. ഓക്കെ, അപ്പൊ 20 ഡിഗ്രിയിൽ 50ന് താഴെയാണ്, അതായത് 60 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്നതിനേക്കാളും സൊല്യൂബിലിറ്റി കുറവാണ് 20 ഡിഗ്രി സെൽഷ്യസിൽ. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക? ലെസ് ദാൻ. ഏതാ വരിക? ലെസ് ദാൻ. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? എന്നാ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? The solubility of compound B at 20 degrees Celsius is dash its solubility at 60 degrees Celsius. ഇവിടെയും 20 ഡിഗ്രി സെൽഷ്യസും 60 ഡിഗ്രി സെൽഷ്യസും തന്നെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സൊല്യൂബിലിറ്റി. പക്ഷെ എന്താണ് വ്യത്യാസം? ആദ്യത്തെ ക്വസ്റ്റ്യനിലെ കോമ്പൗണ്ട് എ ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലോ കോമ്പൗണ്ട് ബി ആണ് ചോദിച്ചിരിക്കുന്നേ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോമ്പൗണ്ട് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? എടാ? കോമ്പൗണ്ട് ബിയുടെ കർവ് മാത്രം നോക്കിയാൽ മതി, കോമ്പൗണ്ട് എനെ നോക്കണ്ട. ഓക്കെ, അപ്പൊ ഏതാ നമ്മുടെ കോമ്പൗണ്ട് ബിയുടെ കർവ്? ഇതല്ലേ? ഇതാണ് കോമ്പൗണ്ട് ബി. ഇതാ കോമ്പൗണ്ട് ബി. ഓക്കെ, അപ്പൊ ഈ കർവ് നോക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ 20 ഡിഗ്രി സെൽഷ്യസിന്റെയും 60 ഡിഗ്രി സെൽഷ്യസിന്റെയും എന്ത് ചെയ്യണം? സൊല്യൂബിലിറ്റി കൂടുതലാണോ കുറവാണോ ഒരുപോലെയാണോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാല്
20 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 200-നൊക്കെ ഒരു സൊലിബിലിറ്റി 200-ന് താഴെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. 20 ഡിഗ്രി സെൽഷ്യസ് ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് എടുത്തു വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് അങ്ങ് ഗ്രാഫ് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പൊ ഗ്രാഫ് സെയിം ഗ്രാഫാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഗ്രാഫാണ്, സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് നോക്കുക കേട്ടാ. ഈ ക്ലാസ് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അതായത് 200-ന് തൊട്ട് താഴെ, കറക്റ്റ് 200 അല്ല, തൊട്ട് താഴെ ആയിട്ടാണ് എന്ത് 20 ഡിഗ്രിയിലെ കോമ്പൗണ്ട് ബിയുടെ സൊലിബിലിറ്റി. ഇനി 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നോക്കിയേ, 60 ഡിഗ്രിയില് എത്ര വരുന്നുണ്ട്? 60 ഡിഗ്രിയില് ഒരു 287 ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൊലിബിലിറ്റി 60 ഡിഗ്രിയില്. അപ്പൊ നോക്കിയേ, 20 ഡിഗ്രിയിലാണോ 60 ഡിഗ്രിയിലാണോ സൊലിബിലിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നേ? ഓഫ്കോഴ്സ് എത്രയാണ്? 60 ഡിഗ്രിയിലാണ്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി, ഈ പോയിന്റ്സ് നോക്കിയാലും മതി. നോക്കിയടാ, 20 ഡിഗ്രിയില് താഴെയല്ലേ, 60 ഡിഗ്രിയിൽ എങ്ങനെയാണ്? മുകളിലായിട്ടാണ്. അതായത് ഗ്രാഫ് കൂടി വരിക, അതായത് സൊലിബിലിറ്റി കൂടി വരുന്നതാണ് കാണുന്നത് കോമ്പൗണ്ട് ബിയില്, അല്ലെ? അപ്പൊ 20-ല് ഉള്ള സൊലിബിലിറ്റിയേക്കാളും കൂടുതലാണ് എത്ര ഡിഗ്രിയില്? 60 ഡിഗ്രിയിലുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെയാണ്? ലെസ് ദാൻ, മോർ ദാൻ, സിമിലർ ടു. ഇവിടെയും എന്ത് തന്നെയാണ് നമ്മുടെ ആൻസർ? ലെസ് ദാൻ ആണ്, അല്ലെ? ലെസ് ദാൻ ആണ് ആൻസർ. അപ്പൊ അതങ്ങ് എഴുതുക, ലെസ് ദാൻ. അറുപത് ഡിഗ്രിയിലുള്ള സൊലിബിലിറ്റിയേക്കാളും കുറവാണ് 20 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളത്. അപ്പൊ ഗ്രാഫ് നോക്കിയപ്പോ നമുക്ക് കിട്ടി. ആദ്യത്തെ കേസിൽ കോമ്പൗണ്ട് എ ആണ് നോക്കിയത്. കോമ്പൗണ്ട് എ എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് എയുടെ ഗ്രാഫ് മാത്രം നോക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? തേർഡ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? The solubility of dash increases more than that of dash with an increase in the temperature. ഇതാണ് ചോദിക്കുന്നത്. രണ്ടെണ്ണം, ഈ കേസിൽ രണ്ട് കർവുകൾ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏത് കർവാണ് കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നത്? കോമ്പൗണ്ട് എയുടെ കർവാണോ കോമ്പൗണ്ട് ബിയുടെ കർവാണോ കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് കർവാണ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? ഏത് കർവാണ്? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അല്ലെ? കോമ്പൗണ്ട് എയുടെ കർവ് എന്ന് പറയുന്നത് എന്താണ്? വളരെ താഴെയാണ്. കോമ്പൗണ്ട് ബി നോക്കൂ, കണ്ടോ? സൊലിബിലിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. അതായത് 350 ഒക്കെ കവർ ചെയ്തും പോകുന്നുണ്ട് സൊലിബിലിറ്റി. ലാസ്റ്റ് ആയപ്പോ കണ്ടോ, ഇവിടെയാണ് 350 അല്ലെ? ഈ ഒരു പോയിന്റ്. ആ 350 കഴിഞ്ഞ കോമ്പൗണ്ട് ബിയുടെ സൊലിബിലിറ്റി പോകുന്നുണ്ട്. നേരെ മറിച്ച് കോമ്പൗണ്ട് എ നോക്കൂ. ആ കോമ്പൗണ്ട് എയില് മാക്സിമം ഒരു 50, ഒരു 60 ആ ഒരു റേഞ്ച് മാത്രമേ എത്തുന്നുള്ളൂ. അതായത് മാക്സിമം ഇത്രേ എത്തുന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്കറിയാം ഏതിന്റെ സൊലിബിലിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? കോമ്പൗണ്ട് ബിയുടെ, അല്ലെ? കോമ്പൗണ്ട് എയിനേക്കാൾ സൊലിബിലിറ്റി കൂടി പോകുന്നത് ഏതാണ്? കോമ്പൗണ്ട് ബി ആണ്. ഓക്കെ, അപ്പൊ എന്തെന്ന് എഴുതണം? ദ സൊലിബിലിറ്റി ഓഫ് കോമ്പൗണ്ട് ബി increases more than that of, ഇവിടെ എന്തെന്ന് എഴുതണം? കോമ്പൗണ്ട് എ. with an increase in the temperature. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിൾ ആണ്. ഗ്രാഫിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേഗം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? നന്നായിട്ട് ക്ലാസ്സസ് പഠിച്ചിട്ട് പോവാ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു സൂൺ. ബൈ ബൈ.